യൂദായുടെ ലേഖനത്തിൽ 12-ാമത്തെ വചനത്തില് രണ്ടൊരു ചത്തതും വേരറ്റതുമായ വൃക്ഷങ്ങൾ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ ഈ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നു. കാറ്റ് കണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തതും വേരറ്റുപോയ വൃക്ഷങ്ങൾ. രണ്ടൊരു ചത്തത്. ഒരു മനുഷ്യന് ആകെയുള്ളത് രണ്ട് മരണമാണ്. ഒന്ന് ജഡത്തിലും പിന്നൊന്ന് ആത്മാവിലും. അങ്ങനെ ജീവിച്ചവർക്ക്, ഇവിടെ പറയുന്ന പോലെ ജീവിച്ചവർക്ക് രണ്ട് മരണമുള്ളത്. ഒന്ന് ശരീരത്തിൻ്റെ മരണം, പിന്നൊന്ന് ആത്മാവിൻ്റെ മരണം. പക്ഷെ ഇവിടെ ജീവിക്കുന്ന കാലത്ത് തന്നെ രണ്ടൊരു ചത്ത ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എഫേസോസ് 2:1 പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ മരിച്ചവരായിരുന്ന മനുഷ്യൻ, ജഡത്തിൻ്റെ മരണമല്ല, ആത്മാവിൽ മരിച്ചവരായിരുന്ന നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും കർത്താവായ യേശുക്രിസ്തു വീണ്ടെടുത്തു. അങ്ങനെ ജീവിപ്പിച്ചു. ഈ ദൈവത്താൽ രക്ഷ പ്രാപിച്ചു എന്നറിഞ്ഞ് വിശ്വസിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവര് വീണു പോകുമ്പോൾ മരിച്ചതിന് തുല്യമല്ലേ? അവര് ജീവൻ പ്രാപിച്ച് വന്നവരല്ലേ വീണ്ടും ചത്തുപോയി. നമുക്കൊരു രോഗം വന്ന് ഡോക്ടറെ അടുത്ത് പോയി, ക്യാൻസറാ, ചികിത്സിച്ചു, ക്യാൻസർ മാറി, നല്ല രീതിയിൽ ജീവിക്കാൻ ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ക്യാൻസർ വന്നാൽ ഇതേപോലുള്ളൊരു അനുഭവം. യേശുക്രിസ്തു നിങ്ങളെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ ഉയർപ്പിച്ചു. റോമ 8:13 പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. കർത്താവിനെ കേട്ട് സത്യം അറിഞ്ഞ് ആത്മീയ രക്ഷ പ്രാപിച്ചവരാണെന്ന് അറിഞ്ഞ് ആത്മീയതയിലേക്ക് മാറ്റപ്പെടുമ്പോൾ ജീവൻ പ്രാപിക്കുന്നു. അങ്ങനെ ജീവൻ പ്രാപിച്ച് വന്നവര് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ഇതാണ് മരിച്ചവരായിരുന്നവർ യേശുക്രിസ്തുവാൽ വീണ്ടെടുക്കപ്പെട്ട് ജീവൻ ആരംഭിച്ചു വന്നപ്പോൾ വീണ്ടും മരിച്ചത്. രണ്ടൊരു ചത്തവര്, 2 പ്രാവശ്യം മരിച്ചവര്. അവരെക്കുറിച്ച് പറയുന്നു, നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന കല്ല്. സദ്യ ഉണ്ണുമ്പോൾ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു കല്ല് കടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ്. നിങ്ങളോട് കൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവരാ. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. ആ മേഘം കൊണ്ട് ഒരു പ്രയോജനം മനുഷ്യനുമില്ല, ആർക്കുമില്ല. വെള്ളമില്ലാതെ കാറ്റുകൊണ്ട് ഓടുന്ന മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും. ഇലയൊക്കെ കൊഴിഞ്ഞു പോയി ഫലവും ഇല്ലാത്തൊരു മരം നിന്നിട്ട് എന്താ കാര്യം? ഉണക്കമരം. അതേപോലെയാ, ഉണങ്ങിയിട്ടില്ല എന്നാൽ ആര് കണ്ടാലും ഉണങ്ങിയ പോലെ ഇരിക്കും. ഇലയും ഇല്ല, അത് ഫലമില്ലാതെയും ഇരിക്കുമ്പോൾ ഉണങ്ങിയ പോലെയാ. എന്നാൽ അതിൻ്റെ വേരറ്റുപോയാലോ വീണു പോകും. ഇവിടെ രണ്ടൊരു ചത്ത് വേരറ്റ് പോയ വൃക്ഷങ്ങൾ. നമ്മൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് കർത്താവിലേക്ക് വരുമ്പോൾ ജീവൻ പ്രാപിച്ചു. യേശുക്രിസ്തുവിനെ രക്ഷ പ്രാപിച്ചു. ജീവനുള്ളവരായി മാറിയതിന് ശേഷം വീണ്ടും നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആ ജഡചിന്തയിൽ നിങ്ങൾ മരിക്കും. ജഡചിന്ത മരണം. അങ്ങനെ മരിക്കും. അപ്പൊ രണ്ടൊരു ജീവിതത്തിൽ തന്നെ രണ്ടൊരു ചത്തു. ഇനി പോകുന്നവിടേക്ക് ആത്മാവിന്റെ മരണത്തിലേക്കും. ആത്മാവിൽ രക്ഷ പ്രാപിച്ചു വന്നവൻ വീണ്ടും ചത്തിട്ട് അവസാനം പോകുന്നത്, ഇപ്പൊ മരിച്ച ഒരാളെ നമ്മൾ വീട്ടിൽ വെച്ചോണ്ടിരിക്കില്ലല്ലോ, കൊണ്ട് കുഴിച്ചിടുന്നു. ഇതുപോലെ വീണ്ടും ചത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ കൊണ്ടില്ല, കുഴിച്ചിടണമെന്ന്. രണ്ടൊരു ചത്തതാ. ഒരിക്കൽ ചത്തതായിരുന്നു, യേശുക്രിസ്തുവിനാൽ വീണ്ടും രക്ഷ പ്രാപിച്ചതാ. വീണ്ടും ചത്തു. ഇതെങ്ങനെ സംഭവിച്ചതാ? ജഡചിന്ത മരണം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. ഈ ജഡത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രത്യേക രഹസ്യം ഉൾക്കൊണ്ട് കിടക്കുന്നത്, കർത്താവ് പറഞ്ഞു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാ ജീവൻ തരുന്നത്.
നമ്മൾ ജഡത്തിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്, ആത്മാവിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡികമായ കാര്യങ്ങളെക്കുറിച്ചാണ്, ജഡത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ തലവേദന വന്നാൽ ഉടനെ അറിയും, തലവേദന മാറ്റാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി അന്വേഷിക്കും. മുട്ടിന് വേദന എടുത്താൽ ഇനിയിപ്പോൾ ഇന്ന് പോകണ്ട, മുട്ടൊക്കെ വേദന എടുക്കുന്നുണ്ടല്ലോ, നമ്മൾ അതിന് പ്രതിവിധി കണ്ടെത്തും. ഇതുപോലെ മരുന്ന് കഴിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ആ അവസ്ഥയെ അംഗീകരിച്ചിട്ട് അതിനുള്ള പ്രതിവിധി ചെയ്യുക. ഒരു കൂട്ടര് മുട്ടുവേദന വന്നാൽ മരുന്ന് കഴിച്ചിട്ട് അവർ ആവശ്യത്തിന് പോകും. ചിലര് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പോലും പണ്ടെനിക്കറിയാം, നല്ലപോലെ അറിയാൻ കരിസ്മാറ്റിക്കില് നടക്കാനൊന്നും വയ്യ, ഭയങ്കര വേദന, മേലൊക്കെ നല്ല വേദനയുണ്ട്. അപ്പോൾ പോകുന്ന വഴി മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് അവിടുന്ന് മരുന്ന് മേടി കഴിച്ചിട്ടാണ് പോകുന്നത്, ശുശ്രൂഷയ്ക്ക് പോകുന്നത്. അപ്പം മരുന്ന് കഴിച്ചിട്ടാണെങ്കിലും ശുശ്രൂഷയ്ക്ക് പോകുന്നില്ല. ഇവിടെ നമ്മളെന്താ ചെയ്യുക? മരുന്ന് കഴിക്കില്ല, നമുക്ക് മരുന്നൊന്നും. എന്തുകൊണ്ടാണ്? മരുന്ന് കഴിക്കേണ്ടാത്ത ഒരു സംഭവം ദൈവം തന്നോ? മരുന്ന് കഴിക്കേണ്ട ഒരു പ്രകൃതി ശരീരത്തിലുണ്ടായോ? അപ്പോൾ മരുന്ന് കഴിച്ചാലെന്താ കുഴപ്പം? ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അടിപ്പണരാൻ സൗഖ്യമുള്ളവരായി, അതുകൊണ്ട് എനിക്ക് രോഗം ഉണ്ടാവാൻ പാടില്ല. രോഗം ഉണ്ടായിട്ട് ഞാൻ രോഗത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ദൈവം തന്ന ശിക്ഷയെ അംഗീകരിക്കാതിരിക്കുക. എനിക്ക് രോഗം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുക. എനിക്ക് രോഗം ഉണ്ടായെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി ഞാൻ വീണ്ടും ചാകാതിരിക്കാൻ, അതിൻ്റെ കാരണം കണ്ടെത്തി രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ഇല്ലെങ്കിൽ ശരീരം രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കും. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്, മരുന്ന് കഴിച്ചാൽ പറ്റൂ. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുള്ളതായി എന്ന വചനം സത്യമാണ്, ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണെങ്കിൽ എനിക്ക് രോഗം വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ രോഗത്തെ അവഗണിക്കുന്നു, മരുന്ന് കഴിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ നവീകരണം കൊണ്ടല്ല, ഞാൻ അറിഞ്ഞ അറിവ് കൊണ്ടാണ്. ഞാൻ കർത്താവിൻ്റെ വചനം അറിയുന്നു, അവൻ്റെ അടിപ്പണരാൽ സൗഖ്യമുള്ളതായ. അപ്പോൾ എനിക്ക് മരുന്ന് കഴിക്കാൻ പാടില്ല എന്നല്ല, രോഗം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ രോഗം ഉണ്ടായത്? അപ്പോൾ രോഗം ഉണ്ടായെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ അന്വേഷിക്കണ്ടേ? കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം ഉണ്ടായിട്ട് ഇപ്പം എനിക്ക് എങ്ങനെ രോഗം വന്നത് എന്ന് ആരോട് അന്വേഷിക്കുക? എല്ലാവരും മനുഷ്യരോട് അന്വേഷിക്കും. ദൈവത്തോട് അന്വേഷിച്ചാൽ ദൈവം കാരണം കാണിച്ചു തരും. ആ കാരണത്തിന് മാനസാന്തരപ്പെട്ട് ദൈവത്തിനടുത്ത് രമ്യതപ്പെട്ട് കഴിഞ്ഞാൽ മാറുകയും ചെയ്യും. മരുന്ന് കഴിക്കില്ല, മരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കുന്നത് എന്തിനാ? അത് അറിവിൻ്റെ പിടിവാശിയാണ്, വിശ്വാസത്തിൻ്റെ പിടിവാശിയില്ല. വിശ്വാസം അനുഭവിക്കാന്നുള്ളത്. വിശ്വസിക്കുന്ന പോലെ നിനക്ക് കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളപ്പോൾ വിശ്വസിക്കുന്നെങ്കിൽ അതിൻ്റെ അനുഭവം ഉണ്ടാവണം. എന്നിട്ട് എൻ്റെ ശരീരത്തിൽ അങ്ങനെ രോഗാവസ്ഥ കാണുന്നെങ്കിൽ എൻ്റെ വിശ്വാസം ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള മാനസാന്തരം പൂർണ്ണമായിട്ടില്ല. അപ്പം അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ അടുത്ത് അന്വേഷിച്ചാൽ ദൈവം വ്യക്തമാക്കി തരും. മാനസാന്തരം പൂർണ്ണമാകുമ്പോൾ രോഗം മാറും. അല്ലാതെ ഞാൻ മരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞ് പിടിവാശി പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു അർത്ഥവുമില്ല. ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ വഴി അന്വേഷിക്കുന്നില്ല, ദൈവഹിതം അറിയുന്നില്ല, ഞാൻ തെറ്റായ വഴിയിൽ പോയി നശിക്കും. ഇതുകൊണ്ടാണ് ഒത്തിരി പേരും ലോകത്തിൽ വിശ്വാസികളായിരുന്നിട്ടും രോഗാവസ്ഥ വരുമ്പോൾ കർത്താവിൽ അന്വേഷിക്കുന്നില്ല, ഡോക്ടർമാരെടുത്ത് പോകുന്നു, അവർ കൊടുക്കുന്ന മരുന്ന് മേടിച്ച് കഴിച്ച് തൽക്കാലം സമാധാനം ഉണ്ടാക്കുന്നു. വീണ്ടും വരും, വീണ്ടും രോഗം വരുമ്പോഴത്തേക്ക് വീണ്ടും ഡോക്ടറെ അടുത്ത് തന്നെ പോകുന്നു, മരുന്ന് മേടിച്ച് കഴിക്കുന്നു, തൽക്കാലം സമാധാനം ഉണ്ടാകുന്നു. പക്ഷെ എൻ്റെ ആത്മാവിൻ്റെ നിത്യസമാധാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, എൻ്റെ മനസ്സിൻ്റെ നിത്യസമാധാനത്തിലേക്ക് ഞാൻ ആകുന്നുമില്ല. ആത്മാവ് രക്ഷ പ്രാപിച്ചാൽ ആത്മാവിന് സമാധാനം. അങ്ങനെ നീതി ലഭിച്ചതിൻ്റെ സമാധാനം ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാൻ പറ്റും. ഈ നീതി ലഭിച്ചത് പൂർണ്ണമാകാത്തത് കൊണ്ട് മനസ്സിന് സമാധാനം കിട്ടില്ല, അസ്വസ്ഥത. ശരീരത്തിൽ അവിടെ ഇവിടെ രോഗാവസ്ഥകൾ കാണുമ്പോൾ അസ്വസ്ഥത. അപ്പം ഈ അസ്വസ്ഥത കാണുമ്പോൾ ഞാൻ അന്വേഷിക്കേണ്ടത് എൻ്റെ ആത്മാവിന് പ്രാപിക്കാൻ പറ്റിയോ എന്നാണ്, എൻ്റെ ആത്മാവിന് എവിടെയാണ് കുറവെന്നാണ്. അതന്വേഷിക്കാതെ ശരീരത്തിൻ്റെ വേദന കണ്ടിട്ട് അതിന് പ്രതിവിധി അന്വേഷിച്ച് പോയി ഡോക്ടറെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. തൽക്കാലത്തേക്ക് സമാധാനം കിട്ടും. ഇത് ആത്മാവിന് സൗഖ്യം പ്രാപിച്ചതിൻ്റെ സമാധാനമല്ല, നീതി ലഭിച്ചതിൻ്റെ സമാധാനമല്ല. വീണ്ടും വരും.
അപ്പൊ ദൈവം തന്ന അടയാളം ഞാൻ സ്വീകരിച്ച് ദൈവത്തിന്റെ അടുക്കൽ പോയി ദൈവത്തിൽ നിന്ന് നിത്യസമാധാനം പ്രാപിക്കാതെ ഞാൻ ഇതുകൊണ്ട് മനുഷ്യനെ സമീപിക്കുന്നു. മനുഷ്യരാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും ഞാൻ മനുഷ്യന്റെ അടുക്കിലേക്ക് പോകുന്നു. മനുഷ്യൻ പറയുന്ന മരുന്ന് കഴിച്ചിട്ട് സമാധാനം ഉണ്ടാക്കും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരം അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ശരീരത്തിൽ നീറുകെട്ടും അല്ലെങ്കിൽ എന്താ പറയുക അതുപോലെയുള്ള കൊഴുപ്പ് കെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശരീരത്തിനെ അത് മോശത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം അതിനാ ദൈവം പ്രവർത്തിക്കാൻ നമുക്ക് ശാരീരികമായി തന്നിരിക്കുന്നത്. അപ്പം എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരം ഇങ്ങനെ വെറുതെ കുത്തിരുന്ന് ഇങ്ങനെ വീർത്ത് ചറച്ച് അല്ലെങ്കിൽ എന്താ പറയുക കൊഴുപ്പ് കെട്ടി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഞാൻ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയാം. എന്നിട്ട് മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ കർത്താവ് ശരീരത്തിൽ എന്തൊരു ഇത് കണ്ട ഉടനെ ഇതുകൊണ്ട് എവിടേക്കാ പോകുന്ന ഡോക്ടറോട് നിൽക്കും. അതല്ല വേണ്ടത്. ഇതിന്റെ കാരണം ദൈവത്തോട് അന്വേഷിക്കുകയാണെങ്കിൽ ദൈവം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. നീ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് അതിലേക്ക് ഇങ്ങനെ വരുന്നത്, നീ ഒന്ന് നടന്ന് ഒന്ന് ഓടിക്ക്. പിന്നെ അത് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കൈക്ക് വേദന വരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു കൈ ഇങ്ങനെ കാണിക്കാം. കുറെ നേരം കാണിച്ച് കഴിയുമ്പോഴത്തെ വേദന പോയി. അപ്പോ ഇത് പിന്നെ വേദന വന്നു. ഇത് വെറുതെ കുത്തിയിരിക്കല്ലേ, ഞാനിവിടെ കുത്തിയിരുന്ന് എഴുതും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇത് അടിക്കും. അപ്പൊ ഈ കൈ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കൈക്ക് വേറെ വ്യായാമമില്ല. വിരലുകളുടെ വ്യായാമമോ അല്ലെങ്കിൽ ഈ വെച്ച വെപ്പിൽ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അങ്ങനെ ഒരു അസ്വസ്ഥയും ശരീരത്തിനുണ്ടാവുക കൈക്ക്. ഈ കൈക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൈക്കേ കുഴപ്പമുള്ളൂ. ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ട് നടക്കും. പിറ്റേ ദിവസം ഒരു കുഴപ്പമില്ല. എൻ്റെ ശരീരം ഒന്ന് ഇളകട്ടെ എന്ന് കർത്താവ്. നിന്റെ ശരീരം ഇളകുമ്പോൾ നിന്റെ ശരീരത്തിന് വ്യായാമം ഉണ്ടാവും. വ്യായാമം ഉണ്ടാകുമ്പോൾ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിച്ചോളും. വെറുതെ വെച്ചോണ്ടിരുന്നാൽ തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നൊക്കെ പറയുന്ന പോലെ വെള്ളം വെറുതെ ഒരു ഗ്ലാസ്സിൽ ഒരാഴ്ച രണ്ടാഴ്ച വെച്ച് നോക്കി അത് പായൽ കെട്ടിയിട്ടോ ഏതെങ്കിലും രീതിയിൽ അശുദ്ധം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായി മാറും. ഇതുപോലെ നമ്മുടെ ശരീരം ഉപയോഗിക്കാതെ വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കേടാവും. ഇതിന് ഡോക്ടറുടെ അടുത്തല്ല പോകേണ്ടത്. നമുക്ക് ദൈവം തന്ന അവയവങ്ങളെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടിരുന്ന ചീത്താവും. അതുകൊണ്ട് ഉപയോഗിക്കണം. കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, വായ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നിരന്തരം ഉപയോഗിക്കേണ്ടതാണ്. വയറിനെ നമ്മൾ ഉപയോഗിക്കും, വേറൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആ വയറ്റിലേക്ക് കൊടുക്കേണ്ടതിന് മാത്രം കൈ നടക്കും. കറണ്ട് ഇല്ലെങ്കിലും കൈ കറക്റ്റായിട്ട് എത്തും, ഒരു കുഴപ്പമില്ല. അത് നമ്മൾ ശീലിച്ചു. എന്നാൽ ആത്മാവിൻ്റെ കാര്യത്തിലോ ആത്മാവ് ഇങ്ങനെ ഇരിക്കുക. ശരീരം കിടന്ന് ഓടുന്നുണ്ടെങ്കിൽ ആത്മാവ് ഇങ്ങനെ കുത്തിയിരിക്കുക. അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സ് ആത്മാവിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ ഞാനും ആത്മാവായിട്ട് ഇങ്ങനെ മനസ്സ് ആത്മാവിനോട് എന്നോട് എൻ്റെ മനസ്സ് ചേർന്നിരുന്ന് അവിടെ യഥാർത്ഥത്തിൽ ഞാനാവുന്ന കണ്ണും മൂക്കും ഒന്നും ഇല്ലാത്ത ഞാൻ തന്നെയാണ്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ ആത്മാവ് മനസ്സാത്മാവിനോട് ചേരാതിരിക്കുമ്പോൾ എനിക്ക് കണ്ണും മൂക്കും കാലും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സ് ആത്മാവിനോട് ചേരുമ്പോഴോ എനിക്ക് ചിന്തിക്കാം, എനിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം, എനിക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ശരീരത്തോട് പറയാൻ ശരീരം ചെയ്യും. അങ്ങനെ എൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ പറ്റും. അപ്പം ആത്മാവ് ശരീരത്തിനോടല്ല, മനസ്സ് ശരീരത്തോടല്ല ആത്മാവിനോട് ചേർന്നിരിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രവൃത്തി നടക്കും. ശരീരത്തിൽ അവയവങ്ങൾ പ്രവർത്തിക്കാതെ വരുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന പോലെ ആത്മാവിൻ്റെ അവയവങ്ങളായ മനസ്സ് ആത്മാവിനോട് ചേർന്നിരുന്ന് പ്രവർത്തിക്കാത്തതുകൊണ്ട് മനസ്സിനല്ല പ്രശ്നം, ആത്മാവിനാണ് പ്രശ്നം. ശരീരത്തിൽ നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കാതിരുന്ന നമ്മുടെ ശരീരത്തിനാണ് പ്രശ്നം. ഇതുപോലെ ആത്മാവിൻ്റെ അവയവമായ മനസ്സ് ആത്മാവിനോട് ചേർന്നിരുന്ന് പ്രവർത്തിക്കാത്തത് കൊണ്ട് ആത്മാവിനാണ് പ്രശ്നം. അങ്ങനെ ആത്മാവ് ഇരുന്നിരുന്ന് ഒരുപക്ഷെ ചീർത്ത് എഴുന്നേക്കാൻ പറ്റാത്ത കണ്ടീഷനായി തത്തുപോകും. കാരണം വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അഭ്യാസങ്ങളൊന്നുമില്ല. അതല്ലെങ്കിൽ ചെയ്യേണ്ട അഭ്യാസങ്ങൾ പൂർത്തിയാക്കാതെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നീ ചെയ്യേണ്ടവ പൂർത്തിയായി ചെയ്തതായി എൻ്റെ ദൈവത്തിന് മുമ്പിൽ കണ്ടില്ല എന്ന് നേരത്തെ വെളിപാടിൽ കർത്താവ് നമുക്ക് അറിയിച്ചു തന്ന പോലെ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ആത്മാവിൻ്റെ പ്രവൃത്തികൾ നടക്കണമെങ്കിൽ മനസ്സ് ആത്മാവിനോട് ചേർന്നിരിക്കണം. അപ്പോൾ പ്രവൃത്തികൾ നടക്കും. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ ചാകും.
യേശുക്രിസ്തുവിനെ അറിഞ്ഞ് രക്ഷ പ്രാപിച്ചു വന്നിട്ട് ആത്മാവിൻ്റെ ദൈവം ആയത്തം പണി തന്നയച്ച പൂർത്തിയാക്കി നമ്മളെ ഏൽപ്പിച്ച സൽപ്രവർത്തികൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ആത്മാവ് ചത്തുവും. അങ്ങനെയാണ് ഈ ജീവിതത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിട്ട് ചത്തുപോകുന്നത്. ഇത് വെറുതെ ഇപ്പൊ കാണുന്ന വിശ്വാസികളൊക്കെ ഇപ്പൊ ഇന്ന് വന്ന ഒരു വരുമ്പോഴത്തേക്ക് ഇത് പറയുമ്പോൾ എന്തോ ഇത്തിരിയൊക്കെ അവരോടൊക്കെ പറയുന്നു. അവരുടെ പറത്തിൽ വെച്ച് നോക്കും. കാരണം അവർ വന്നത് ദൈവത്തിന്റെ മെസ്സേജ് അനുസരിച്ചായിട്ടാണ് മദ്രാസ് വിട്ട് തേനിക്ക് വന്നിട്ട് ഇപ്പൊ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് ചിലരെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കണം. അത് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ ദൈവത്തിന് കീഴ്പ്പെടുന്നവരെ കൊണ്ടല്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. അവരുടെ വിളി വേറെ, നമ്മുടെ വിളി വേറെ. അതുകൊണ്ട് ഇത് മുഴുവൻ അവരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളെ ഇങ്ങനെ കർത്താവ് കൊണ്ടുവന്നത് നമ്മളെപ്പോലെ മറ്റുള്ളവരെ ആക്കാനല്ല. ഈ നമ്മളെങ്ങനെയായി അതിനെക്കുറിച്ച് അവർക്ക് കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങളെ ദൈവം എന്താക്കണം അതാക്കാൻ നിങ്ങൾ ദൈവത്തോട് ചേരും. നമ്മളെ ആക്കിയത് നമ്മളതേ സാക്ഷ്യത്തോടുകൂടി കാര്യങ്ങൾ പറയുന്നു. ഇതുപോലെ ദൈവം നിങ്ങളെ ആക്കും, നിങ്ങളതാവും. അങ്ങനെ കൈയുടെ വേല, കാല് കാലിൻ്റെ വേല, കണ്ണിൻ്റെ വേല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അവയവങ്ങൾ അതിൻ്റെതായ വേലകൾ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒന്നിച്ചു ചേരും. ആ ഒന്നിച്ച് ചേരേണ്ട സമയത്ത് കർത്താവ് ഒന്നിച്ച് ചേർക്കും. അപ്പോഴേ സഭയാകുന്നുള്ളൂ, ചർച്ച ആകുന്നുള്ളൂ. അതുവരെ സഭയല്ല, സഭയുടെ അവയവങ്ങളാണ്, സഭ വിശ്വാസികളാണ്. അവരവരുടേതായ പ്രവൃത്തികൾ അവരവർ ചെയ്യട്ടെ. നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ദൈവാത്മാവായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ശരീരത്തിൽ ബുദ്ധിയിൽ അറിഞ്ഞു കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തു, അറിഞ്ഞു. ഈ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മൾ കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങി. കർത്താവിനെ അന്വേഷിക്കുമ്പോൾ കർത്താവ് തൻ്റെതായ കാര്യങ്ങൾ പറയാനുണ്ട്. അത് മനസ്സിലാക്കുന്നതിനനുസരിച്ച് എൻ്റെ മനസ്സിന് മാറ്റം വന്ന് എൻ്റെ മനസ്സ് ജഡത്തിൽ നിന്ന് അങ്ങനെ തന്നെ ആത്മാവിലേക്ക് ചേർന്നിരിക്കുന്ന പ്രവൃത്തിയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ രക്ഷ പ്രാപിച്ചു. ഈ പ്രാപിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ വേണ്ട വിധം പ്രവർത്തിക്കാതെ വരുമ്പോൾ ആത്മാവിന് വേണ്ടത്, ആത്മാവിൻ്റെ തിരികിതം, പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് പറയുന്ന പോലെ എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞ്, ആത്മാവ് മനസ്സിനോട് പറഞ്ഞ്, മനസ്സ് ശരീരത്തിനോട് പറഞ്ഞ്, ശരീരം സഹകരിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി പൂർത്തിയാക്കണം. ഈ ബന്ധം എൻ്റെ മനസ്സിന് ആത്മാവിനോടുള്ള മനസ്സിൻ്റെ ബന്ധം ആകുമ്പോൾ ഈ ആത്മാവിന് ആവശ്യമായ ദൈവികാത്മാവിൻ്റെ ബന്ധം ഉണ്ടാകും. അങ്ങനെ ഞാനും എൻ്റെ മനസ്സ് അത് യഥാർത്ഥമായി ബന്ധത്തിലാകുമ്പോൾ ദൈവാത്മാവ് എന്നോട് ആത്മാവിനോട് പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സ് എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സ്, ഞാൻ ഒന്നായിട്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ഇഷ്ടം ഞാൻ മനസ്സിലാക്കിയിട്ട് ഇനി ഇത് ശരീരത്തിലേക്ക്, ശരീരം എന്ത് തന്നെ ആയാലും മനസ്സിനോട് ചേർന്നേ നിൽക്കൂ, ആത്മാവിനോട് ചേർന്ന് നിൽക്കില്ല. മനസ്സിനോട് ചേർന്നേ ശരീരത്തിന് നിൽക്കാൻ പറ്റും. ബന്ധമില്ലെന്ന് പറഞ്ഞ് മാറി നിന്നാലും ശരീരം മനസ്സിനോട് ചേർന്ന് നിൽക്കും. കാരണം അല്ലാതെ ഈ ശരീരത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിൽ നിന്ന് പുറപ്പെടുന്നതനുസരിച്ച് ശരീരം പ്രവർത്തിക്കൂ, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ശരീരത്തിൽ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ പേപ്പർ എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ച ഉടനെ എൻ്റെ ശരീരം ചെയ്ത് ആ പേപ്പർ എടുക്കും. എൻ്റെ മനസ്സ് എന്ത് പറഞ്ഞാലും ശരീരം കേൾക്കും. നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ശരീരം അനുസരിക്കും. പക്ഷെ എൻ്റെ ആത്മാവ് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എൻ്റെ മനസ്സ് അനുസരിക്കണമെങ്കിൽ മനസ്സിന് മാനസാന്തരം വേണം. അതാണ് എനിക്ക് മാനസാന്തരം ഉണ്ടായി, ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടായി എന്ന് പറയുന്നത്. മാനസാന്തരം ഉണ്ടാകുമ്പോൾ, അതായത് മനസ്സ് അറിയേണ്ടത് അറിഞ്ഞ് മനസ്സിന് മാറ്റം ഉണ്ടാകുമ്പോൾ ഉടനെ മനസ്സിന് മനസ്സിലാകുന്നു, ഇപ്പോൾ ഞാൻ എവിടെയും ബന്ധമില്ലാത്തൊരു അവയവമാണ്, എനിക്ക് യഥാർത്ഥ എൻ്റെ ശരീരത്തോട് ചേർന്ന്, അങ്ങനെ മനസ്സിനോട് ചേർന്നേ പറ്റൂ. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കും. മനസ്സ് ആത്മാവിനോട് ചേരും. ആത്മാവിനോട് ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ദൈവാത്മാവ് ചേരും. അങ്ങനെ ദൈവാത്മാവിൻ്റെയും എൻ്റെ ആത്മാവിൻ്റെയും ഇഷ്ടം മനസ്സ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത് ശരീരത്തിലൂടെ പ്രവൃത്തിയാകും. ശരീരം എന്നോട് ചേർന്നിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സാണ്. ഞാനെന്ന ആത്മാവിനോട് ശരീരത്തിന് ചേരാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കർത്താവും പറയുന്നു, ആത്മാവിൻ്റെ ഇഷ്ടം ജഡത്തിന് വിരോധമോ ജഡത്തിൻ്റെ ഇഷ്ടം ആത്മാവിന് വിരോധമോ, തമ്മിൽ കലഹിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ജഡത്തിന് ആത്മാവിനോട് ചേരാൻ പറ്റില്ല. പക്ഷെ ജഡത്തിന് മനസ്സിനോട് ചേർന്നാലേ പറ്റൂ. മനസ്സ് തീരുമാനിക്കുന്നത് ജഡത്തിന് ചെയ്യാൻ പറ്റൂ. അത് ആത്മാവിൻ്റെ ഇഷ്ടമാണെങ്കിലും ജഡത്തിൻ്റെ ഇഷ്ടമാണെങ്കിലും മനസ്സ് തീരുമാനിക്കുന്നത്, കൽപ്പിക്കുന്നത് ജഡത്തിന് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടവനായാലും അല്ലാത്തതായാലും മനസ്സിനോട് ശരീരം ചേർന്ന് പ്രവർത്തിക്കും.
മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സ് ആത്മാവിനോട് ചേരും. ഇതാണ് മാനസാന്തരം. എൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ മാറ്റമാണ്. അങ്ങനെ എൻ്റെ മനസ്സ് യഥാർത്ഥത്തിലേക്ക് മാറുമ്പോൾ ഈ മനസ്സ് എന്നോട് ആത്മാവിനോട് ചേരും. അങ്ങനെ ഞാനും മനസ്സും എന്ന് വെച്ചാൽ എനിക്ക് ദൈവം തന്ന അവയവങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ അവയവത്തോട് എനിക്ക് പറയാം, ദൈവാത്മാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്ന എൻ്റെ മനസ്സിന് മനസ്സിലാകും. അങ്ങനെ എൻ്റെ തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ തീരുമാനമായിട്ട് ഞാൻ തീരുമാനിക്കുമ്പോൾ അത് മനസ്സറിഞ്ഞിട്ട് മനസ്സുടനെ ശരീരത്തോട് കൽപ്പിക്കും, ശരീരപ്രവർത്തികളൊക്കെ ചെയ്യും. ഇതുപോലെ ക്രിസ്തുവിനോട് നമ്മുടെ മനസ്സിന് ബന്ധമില്ലെങ്കിൽ, ആത്മാവിന് ബന്ധമില്ലെങ്കിൽ ദൈവഹിതം മനസ്സിലാവില്ല. ദൈവഹിതം മനസ്സിലാക്കാൻ ആത്മാവിന് എൻ്റെ കാര്യങ്ങൾ അറിയാം, പക്ഷെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയില്ല. ആത്മാവെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാം, പക്ഷെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയില്ല. എൻ്റെ മനസ്സ് എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഉടനെ ദൈവാത്മാവ് എന്നോട് ചേരും. ഒരു അച്ചാരം, ഒരു സ്പർശനം, അതോടുകൂടി എൻ്റെ മനസ്സ് ആത്മാവിനോട് പറ്റി നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ചിന്തകൾ മുഴുവൻ ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ആത്മാവ് തീരുമാനിക്കുന്നതാണ് മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ഇടപെടൽ മൂലം ഞാൻ നല്ലത് മാത്രം ചിന്തിക്കാൻ തുടങ്ങുന്നു. ജഡത്തിൻ്റെ കാര്യമല്ല, ജഡത്തിനും ആത്മാവിനും ബന്ധമില്ല, കളയിക്കുന്നതാണ്. ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, എൻ്റെ രക്ഷയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഈ അന്വേഷണം മുഴുവനും മനസ്സിലൂടെ. ഇത് മനസ്സിലാക്കി തരുന്ന ദൈവാത്മാവ് മനസ്സിന് മനസ്സിലാക്കി തന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഇങ്ങനെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാം, ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയില്ല മനസ്സിന്, അല്ല ആത്മാവിന്, മനസ്സിനും അറിയില്ല. മനസ്സിങ്ങോട്ട് ചേരുമ്പോൾ ദൈവാത്മാവിൻ്റെ സ്പർശനത്തിലൂടെ എൻ്റെ ആത്മാവിൻ്റെ കാര്യങ്ങൾ മനസ്സറിയുന്നു. ദൈവത്തിൻ്റെ തിരികെ ആ സ്പർശനത്തിലൂടെ ഞാൻ മനസ്സ് അറിയുന്നു. അങ്ങനെ ഞാനും മനസ്സും എന്ന് വെച്ചാൽ ആത്മാവും മനസ്സും ചേർന്ന് നിൽക്കുമ്പോൾ ഈ അറിവ് ശരീരത്തിലേക്ക് പകരും, മനസ്സ് പകരും, കൽപ്പന. അങ്ങനെ മനസ്സ് ആ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോയാൽ മതി. മനസ്സ് തീരുമാനിക്കുമ്പോൾ ദൈവഹിതം അറിഞ്ഞ് തീരുമാനിക്കുമ്പോൾ ശരീരം അതിൻ്റെ കൂടെ പോകും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തുവിനോട് ലഭിച്ച രക്ഷ നിലനിൽക്കും. അതിനാണ് കൃപകൾ സമൃദ്ധമായി ദൈവം തരുന്നത്. ആ കൃപകളിലൂടെ നടക്കാൻ ഈ ദൈവാത്മാവ് മനസ്സിലാക്കി കൊടുത്ത് ആത്മാവിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയ മനസ്സ് ശരീരത്തോട് പറയുന്നു, അങ്ങനെ മതി, ഇങ്ങനെ മതി, ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ആത്മീയനാണ്, ശാരീരികനല്ല, ലൗകികനല്ല. ഞാൻ ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവനായിട്ട് മാറുന്നു. പക്ഷേ എൻ്റെ ബുദ്ധിയിലിരിക്കുന്ന ലൗകിക വിജ്ഞാനം എന്നെ പലപ്പോഴും പാറ്റാൻ ശ്രമിക്കും. അത് വേണ്ട, ഇത് മതി എന്ന് എന്നിൽ കാരണം ഞാൻ മനസ്സ് അറിഞ്ഞിരിക്കുന്ന പല ശാരീരിക ഇഷ്ടങ്ങളും ഉണ്ടല്ലോ. ഈ ഇഷ്ടങ്ങളെക്കുറിച്ച് അറിവ് എനിക്ക് ബോധ്യം തന്നിട്ട് എൻ്റെ മനസ്സിനെ അങ്ങോട്ട് തിന്മയിലേക്ക്, ജഡത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതാണ്. ഇവിടെ എൻ്റെ മനസ്സിനെ ജഡത്തിലേക്ക് ഞാൻ വിട്ടു കൊടുക്കരുത്. നിർബന്ധമായിട്ട് ദൈവാത്മാവിനോട് ചേർന്നിരുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മനസ്സിന് ഇവിടെ നിൽക്കുക, എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ പറഞ്ഞു ചെയ്താൽ മതി എന്ന് ചേർത്ത് നിർത്താൻ നമ്മളൊരു ആത്മീയ മനുഷ്യൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ആ യുദ്ധം പിശാചിനോടാണ്. അവൻ ജഡത്തിലൂടെയാണ് നമ്മളെ ശല്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ജഡരക്തങ്ങളോടല്ല, ഇവനോട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമ്പോൾ ജഡം സ്വതന്ത്രമാകും. അങ്ങനെ ആത്മാവ് സ്വതന്ത്രമായി ജീവിക്കുന്നത് കൊണ്ട് ക്രമേണ ജഡവും സ്വതന്ത്രമാകും. ഇനി ജഡത്തിൻ്റെ ഇഷ്ടമല്ല, ആത്മാവിൻ്റെ ഇഷ്ടമേ മനസ്സ് അംഗീകരിക്കൂ. അതുകൊണ്ട് ജഡത്തിന് ആത്മാവിനോട് ചേരാതിരിക്കാൻ, ഈ മനസ്സിനോട് ചേർന്ന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ക്രമേണ ഈ അഭ്യാസം ആത്മാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ശരീരത്തിൻ്റെ അഭ്യാസം പൂർത്തിയാവും. അങ്ങനെ ജഡം രക്ഷ പ്രാപിക്കും. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ശേഷം ജഡത്തിൻ്റെ രക്ഷ. അങ്ങനെയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിൽ ദൈവാത്മാവിനോട് ചേർന്നിരിക്കുന്ന ഞാൻ, ആത്മാവ് മനസ്സിനെ എൻ്റെ നിയന്ത്രണത്തിൽ പിടിച്ചു നിർത്തുക. ഇത് പരിശുദ്ധാത്മാവ് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ പിടിച്ചു നിർത്തി മനസ്സിങ്ങനെ ആത്മീയ കാര്യങ്ങൾ വ്യാപരിക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുക. വേണ്ട, അത് വേണ്ടെന്ന്, എനിക്കിത് മതി. അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇങ്ങനെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ മരിപ്പിക്കുന്നുവെങ്കിലോ
നിങ്ങൾ ജീവിക്കും നിശ്ചയം, ഒരു സംശയമില്ല. അല്ലെങ്കിൽ മരിക്കും. രക്ഷ പ്രാപിച്ചവൻ വീണ്ടും മരിക്കുമ്പോൾ വേരറ്റുപോയ 2 പ്രാവശ്യം ചത്ത മരമായി മാറും. യോഹന്നാൻ 3:15-16 നോക്കുക. അതിനാൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. ഇതിനാ സ്നേഹിച്ചത്. നമ്മൾ ലോകത്ത് ജീവിക്കാനല്ല സ്നേഹിച്ചത്, വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കാൻ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കാനാ അവനെ തന്നത്. അങ്ങനെ അവനെ കിട്ടി നമ്മൾ രക്ഷ പ്രാപിച്ചു നിൽക്കുമ്പോൾ ഇനി ചാകാനിട വരരുത്. അതുകൊണ്ട് രക്ഷ പ്രാപിച്ച ഞാൻ എൻ്റെ മനസ്സിനെ അംഗീകരിപ്പിക്കണം. മനസ്സറിയുമ്പോഴാണല്ലോ മാനസാന്തരം. രക്ഷ പ്രാപിച്ചു, യേശുവിനാൽ രക്ഷ കിട്ടിയെന്ന അറിവായിട്ടല്ല, അത് മനസ്സിലാക്കിയ മനസ്സിന് ആത്മാവിനോട് ചേരത്തക്ക വിധം ദൈവത്തോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വാങ്ങി ആത്മാവിൽ ഈ ബന്ധം, മനസ്സിന്റെ ആത്മാവിനോടുള്ള ബന്ധം ഉറപ്പിക്കണം. പിന്നെ വിട്ടുകൊടുക്കാതെ അവന്റെ ഇഷ്ടത്തിന്, ജഡത്തിന്റെ ഇഷ്ടം മനസ്സിൽ പറയുമ്പോൾ വേണ്ട എന്ന് ജഡത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാതെ അറിവിനാല നാം മനസ്സിലാക്കിയിരിക്കുന്ന പല ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ അറിയുന്ന ആ ബുദ്ധി നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മനസ്സിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാതെ മനസ്സിനെ ആത്മാവിനോട് ചേർത്ത് വെച്ച് ആത്മാവിന് ഇഷ്ടം മാത്രം മതിയെന്ന് അങ്ങനെ നിർബന്ധിച്ച് ചേർത്ത് ഈ പരിശീലനം ക്രമേണ ഈ ജഡം ആ രീതിയിലങ്ങാകും. ഇപ്പോ മനുഷ്യൻ ആത്മാവും ജഡവും തമ്മിൽ യോജിക്കാത്തതാണെങ്കിൽ ക്രമേണ ഈ അഭ്യാസം പൂർത്തിയാകുമ്പോൾ ദൈവിക മനുഷ്യനായിട്ട്, ആത്മീയനായിട്ട് അവൻ മാറുമ്പോൾ ഈ ജഡത്തിന് ലൗകികതയിലേക്കല്ല ആത്മീയതയിലേക്ക് ചേർന്ന് നിൽക്കാൻ പരിശീലനം ഉണ്ടാകും. ഇത് ദൈവാത്മാവ് സഹായിച്ച് ഇതിനോട് ഇടയിൽ നിൽക്കുന്ന മനസ്സിനോട് ശരീരം പറ്റിച്ചേരും. ഈ മനസ്സോ ആത്മാവിനോട് പറ്റിച്ചേർന്നതിന്റെ പേരിലാ ഇത് പറ്റിച്ചേരും. ജഡം മനസ്സിനോട് പറ്റിച്ചേരും. അങ്ങനെ ജഡം, മനസ്സ്, ആത്മാവ് അത് ദൈവത്തിൻ്റെതാകും. അവൻ പിന്നെ ജഡികനല്ല, അവൻ ആത്മീയ മനുഷ്യൻ, ദൈവീക മനുഷ്യനായിട്ട് മാറുക. 2 പ്രാവശ്യം ചാകാതിരിക്കാൻ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. 1 കൊരിന്തോസ് 15:10 പറയുന്നു, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ഇതാ ഞാൻ രക്ഷ പ്രാപിച്ചെന്ന ബോധ്യം പൗലോസിന് വന്നു. അങ്ങനെ പൗലോസ് ഇങ്ങനെ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റാരേക്കായാലും എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതില്ല. ദൈവം തന്ന കൃപയാൽ, വിശ്വാസം വഴി കൃപയാൽ രക്ഷ പ്രാപിച്ച ഞാൻ ഈ കൃപയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് വിട്ടുകൊടുത്തില്ല. അതെല്ലാം ഛേദമെന്നെണ്ണി അങ്ങനെ പിടിച്ചു നിർത്തി വന്നപ്പോൾ പറയുന്നു, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നിലെ കൃപയത്രേ. ഈ കൃപയാല വിശ്വാസം, കർത്താവിൽ വിശ്വസിക്കാൻ, മനസ്സിലാക്കാൻ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. വചനത്തിന്റെ അടുക്കലേക്ക്, വചനത്തിന്റെ അടുക്കൽ വന്ന് രക്ഷയെക്കുറിച്ച് അറിഞ്ഞു, ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു, യേശുവിനെ കുറിച്ച് അറിഞ്ഞു, സാധാരണ മനുഷ്യനെ അറിയാം, ഞാൻ ആയിരുന്ന അവസ്ഥ അറിയാം. ഇങ്ങനെ അറിഞ്ഞു വരുമ്പോൾ ഞാൻ മനസ്സ് മാറുന്നു. ആ മനമാറ്റം ഉണ്ടാകുമ്പോൾ ഇവിടെയാണ് ആ വിശ്വാസം വഴി ഒരു വ്യക്തി കർത്താവിനെ അറിഞ്ഞ് വിശ്വസിക്കുമ്പോൾ വിശ്വാസം വഴി ദൈവം കൃപ തന്നിട്ട് രക്ഷിക്കുന്നു. അങ്ങനെ വിശ്വാസം വഴി കൃപ പ്രാപിച്ചുകൊണ്ട്, കൃപ എല്ലാവർക്കും ഉള്ളതല്ല, വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതാ. ദൈവത്തെ അനുഭവിക്കാൻ, ദൈവത്തെ അനുസരിക്കാൻ, ദൈവത്തിന് വേണ്ടി അവസാനം വരെ നിലനിൽക്കാൻ, തൻ്റെ ആത്മാവിനെ രക്ഷയിൽ കാത്തു സൂക്ഷിക്കാൻ ദൈവം തന്നതാ കൃപ. അത് ഇല്ലാതെ ലോകത്തിന്റെ ജഡികതയിൽ ജീവിക്കുന്നവന്, അഹങ്കാരികൾക്ക് കൃപ കൊടുക്കുന്നില്ല. എളിമയുള്ളവന് ദൈവം കൃപ കൊടുക്കുന്നു പറയുന്നത്. എളിമയുണ്ട യേശുക്രിസ്തു ദൈവമായിരുന്നിട്ട് പോലും പിതാവിനുള്ള സമാനത നിലനിർത്താതെ ദാസരൂപത്തിൽ ഇറങ്ങി വന്നതുപോലെ ഞാൻ എന്നത് കളഞ്ഞിട്ട് ഞാൻ ദൈവത്തിന്റെ ദാസനാന്ന് താഴ്മയിലേക്ക് വന്ന് ദൈവഹിതം നിറവേറ്റത്തക്ക വിധം ഞാൻ ആത്മാവിനോട് മനസ്സ് ചേർന്ന്, അപ്പ ദൈവത്തിന്റെ സമ്മാനമായ കൃപ, ഈ കൃപയെ ഉപയോഗിക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിനെ അങ്ങനെ ഞാൻ ജീവിക്കുമ്പോൾ, കൃപയിൽ പരിശുദ്ധാത്മാവ് മൂലം ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ ശരീരം എന്നോട് ചേർന്ന് നിൽക്കും. അങ്ങനെ ഞാൻ എന്ന് പറയുന്നത്
ആത്മാവും മനസ്സും മാത്രമല്ല, ശരീരം കൂടെ ചേർന്നതായി വരും. അതുവരെ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ ഒന്നായിത്തീരുമ്പോൾ ശരീരം അഭ്യസിച്ച് ഞാൻ പിടിച്ചു നിർത്തി അഹങ്കാരത്തിനോ ദേഷ്യത്തിനോ അസൂയക്കോ ഇങ്ങനെ ഒന്നിനും ഞാൻ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തി അങ്ങനെ ക്രമേണ എൻ്റെ ശരീരം അഭ്യസിച്ച് പഴയതെല്ലാം പോകുന്ന, അല്ലെങ്കിൽ ശക്തി ഇല്ലാത്ത വിധം പോകുന്ന മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ നിറവിൽ അതിനെ സംസാരിക്കുന്ന കർത്താവ് പറഞ്ഞ പോലെ എൻ്റെ മനസ്സ് പറയുന്ന പോലെ ശരീരം പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറി വരുന്നത് ഈ പ്രവൃത്തി. അതിനെയാ പൗലോസ് പറയുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന കൃപയത്രേ. ഫിലിപ്പി 2:13 പറയുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമായിട്ട് പ്രവർത്തിക്കുന്നത്. മുമ്പെങ്ങനെയാ? മറ്റുള്ളവരും ഞാനും തന്നെയാ. എനിക്ക് എൻ്റെ പ്രവൃത്തി, ഞാൻ എന്ത് ചെയ്താലും കുടിക്കണം, അനുബന്ധ കർത്താവെ മാപ്പ് തരുന്ന കർത്താവ് അറിയാം, കർത്താവിനെ അറിയാം. മദ്യപാനി സ്വർഗത്തിൽ പോകില്ല എന്നൊക്കെ കർത്താവ് പറഞ്ഞ് അറിഞ്ഞതുകൊണ്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഈ പ്രാവശ്യം എന്നോട് ക്ഷമിക്കുന്ന കർത്താവെ, ഞാനൊരു ശകലം കുടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കർത്താവിനോട് മാപ്പ് ചോദിച്ചിട്ട് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി വേണം, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ക്ഷമിക്കുക കർത്താവ് എന്ന് കർത്താവിന്റെ പ്രാർത്ഥന വീണ്ടും കുടിച്ചു. ഇങ്ങനെ ഞാൻ ലഹരിയിൽ ജീവിക്കാൻ തുടങ്ങി. കർത്താവിനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് വന്നിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീണ്ടും കുടിച്ചു തുടങ്ങി. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, ഒരു നിലയ്ക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വന്നപ്പോൾ മാപ്പി ചോദിച്ചു. ദൈവസ്നേഹം നല്ലവനാ, എന്നെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട്, ഒരു നഷ്ടപ്പെടാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കർത്താവ് ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ട് ശരി പതിനും കേട്ടോളാം പറഞ്ഞു. പതിനും കേട്ടു, അതോടെ വാക്ക് കൊടുത്ത് മാറി. പറയുന്നത് ഇതാ, ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നത് നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമായിട്ട് പ്രവർത്തിക്കുന്നത്. അതെപ്പോഴാ? അവനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പൂജിക്കുമ്പോഴാ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കും. കർത്താവിനെ അറിയാം, കർത്താവിന് ഇഷ്ടമല്ലാന്നറിയാം, എങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കീഴ്പ്പം കർത്താവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുക. എന്നാൽ ദൈവം തിരുവുള്ളമായിട്ട്, ദൈവഹിതം അവൻ തിരുവുള്ളമായിട്ട് ഞാൻ പറയാനും പ്രവർത്തിക്കാനും പറ്റുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ എൻ്റെ മനസ്സ് ശരീരത്തോടല്ല ആത്മാവിനോട് ചേരണം. ശരീരത്തോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് മാപ്പ് ചോദിച്ചിട്ട് കുടിക്കുന്നത് ദൈവഹിതം അല്ലെന്ന് അറിഞ്ഞിട്ട് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് കുടിക്കുക. ദൈവത്തോട് ചേർന്നിരിക്കുന്നതുകൊണ്ടാണ്. മാനസാന്തരം വന്നപ്പോൾ മനസ്സ് ആത്മാവിനോട് ചേർന്നു, തീരുമാനമെടുത്തു. ഇനിയില്ല വിട്ടുകൊടുക്കുന്ന പരിപാടിയുള്ള ശരീരം മര്യാദയ്ക്കുന്നോ നിന്റെ ഒരു ഉന്തോ എൻ്റെ അടുത്ത് വേണ്ട. അറിവിൽ ഞാൻ അനുഭവിച്ച പല കാര്യങ്ങളും ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് പിശാച് എന്നെ പാക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്നോട് ആത്മാവിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ആത്മാവ് പറയുന്നതിനെ മനസ്സിന് കീഴ്പ്പെടാൻ പറ്റൂ. നിയന്ത്രണത്തിൽ ഞാൻ നിർത്തിയിരിക്കുക, ഇനി വഴി തെറ്റി പോകാൻ പാടില്ല. ഇതിനെ സഹായിക്കണേ, ദൈവാത്മാവ് സഹായിക്കുന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥന നിരന്തരമായ ഈ ബന്ധത്തിൽ നിന്ന് ആത്മാവ് നമ്മളെ വഴി നടത്തുന്ന സഹായകനെ തരുന്ന ആ അളവിലേക്ക് വളരുമ്പോൾ പിന്നെ ഒരു കാരണവശാലും ഈ ആത്മാവെന്ന സഹായകൻ എന്നിൽ വസിച്ചുകൊണ്ട് എന്നെ വഴി നടത്തുമ്പോൾ ജഡത്തിന് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. മനസ്സിന് ജഡത്തിൻ്റെ ആത്മാവിൻ്റെ മേൽ അധികാരമില്ല, ആത്മാവിന് മനസ്സിൻ്റെ മേലും അതിനാൽ ശരീരത്തിൻ്റെ മേലും അധികാരമായിട്ട് മാറുന്നു. അപ്പൊ എൻ്റെ ഇഷ്ടമല്ല ദൈവഹിതം നിറവേറ്റുന്നവനായിട്ട്, ആത്മാവിൻ്റെ ഇഷ്ടമല്ല ദൈവഹിതം അത് നിറവേറ്റുന്ന രീതിയിലേക്ക് എൻ്റെ മനസ്സും ആത്മാവെന്ന ഞാനും ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ശരീരത്തിന് ചേരാതെ പറ്റില്ല. അങ്ങനെ ശരീരവും അതേ പ്രവർത്തിയിലേക്ക് വരുന്നു. 1 തിമോത്തിയോസ് 1:15-16 ഇവിടെ ഫിലിപ്പി 2:13 ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമായിട്ട്. അതുകൊണ്ട് നമ്മൾ ദൈവഹിതത്തെ കുറിച്ച് അന്വേഷിക്കണം. ഞാനെന്ത് പറയണം, ഞാനെന്ത് ചെയ്യണം, ദൈവത്തിന് തിരുവുള്ളമായത് എന്താ, അതറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കേണ്ടവരാണ്. ഇതാണ് ദൈവഹിതം അറിഞ്ഞ് ചോദിച്ചാൽ കിട്ടുമെന്ന് യോഹന്നാൻ ലേഖനത്തിൽ എഴുതിയ പോലെ ഇതില് ഫിലിപ്പിയില് പൗലോസും പറയുന്ന വാക്കതാ. നമ്മള് പ്രവർത്തിക്കേണ്ടതും പറയേണ്ടതും എല്ലാം ദൈവത്തിന് എന്താ തിരിഹിതമെന്ന് അറിഞ്ഞിട്ട് വേണം പറയാനും പ്രവർത്തിക്കാനും. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ദൈവഹിതമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമറിയുന്ന ആത്മാവും മനസ്സും ശരീരത്തെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അപ്പോ ആത്മാവിനെ കേട്ടറിയുന്ന മനസ്സിനും ആത്മാവിനും അല്ലേ
തൻ്റെ ശരീരത്തെ ചേർത്ത് നിർത്തി പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഈ അഭ്യാസം നമ്മൾ പൂർത്തിയാക്കണം. 1 തിമോത്തി 5:15-16 ക്രിസ്തുവേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ട് യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ഇതിപ്പോ ഇന്നലെ കർത്താവ് തരുമ്പോഴാണ് ഞാൻ പറയുന്നതിന്റെ കുറച്ചും കൂടി പൂർണ്ണത എനിക്ക് വ്യക്തമാണ്. യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തത്തിനായി സാക്ഷ്യത്തിനായി വിശ്വസിപ്പാനുള്ളവർക്ക് സാക്ഷ്യത്തിനായി സകല ദീർഘക്ഷമയും പാപികളിൽ ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. എന്റെ കർത്താവ് എന്നോട് കരുണ കാണിച്ച് ജ്ഞാനത്തിന് എന്നെ പങ്കാക്കി വെളിപ്പെടുത്തലൊക്കെ എനിക്ക് തന്നത് എന്തിനാ? സാക്ഷ്യത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാനുള്ള നിങ്ങൾക്ക് നിത്യജീവനായിട്ട് കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തത്തിന് സാക്ഷ്യത്തിനായിട്ട് ദൈവം എനിക്ക് എന്നോട് കരുണ കാണിച്ച് പാവത്തിൽ നിന്ന് വിടുതലാക്കി നീതിമാനാക്കി എന്നെ നിർത്തിയത് എന്റെ യോഗ്യതയല്ല, നിങ്ങൾക്ക് വേണ്ടി എന്റെ മേൽ ദൈവം ചെയ്ത പ്രവൃത്തി. മനസ്സിലായോ? ഇത് നമ്മൾ ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാ. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, മുന്നമേ ദൈവം തെരഞ്ഞെടുത്ത തന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മിൽ ദൈവം ചെയ്യുന്ന ക്രിയയാ. നമ്മുടെ യോഗ്യതയല്ല, അഹങ്കരിക്കാനൊന്നുമില്ല. ഇതൊക്കെ ദാനമാണ്. ശ്രദ്ധയോടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പോയില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അറിവ്. കഴിഞ്ഞ ദിവസം അതോ ഇന്നലെ ജാക്സൺ ബാസ്റ്ററും ഞാൻ കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇന്നലെ ജാക്സന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഞാൻ മറന്നുപോയി. ആ ചോദ്യം വന്ന ഉടനെ ഞാൻ ഓർത്തത് ഈ വചനമാണ്. അതായത് ലൂക്ക 12:20. വചനം ഈ കൊട്ടേഷൻ എന്റെ മനസ്സിലില്ല, വചനം എന്റെ മനസ്സിലുണ്ട്. 20 പറയുന്നു, ദൈവം അവനോട്, മൂടാ, ഈ രാത്രി നിന്റെ പ്രാണന് നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ആ വാക്ക് നല്ലപോലെ ശ്രദ്ധിച്ചു നോക്ക്. മൂടാ, ഈ രാത്രി നിന്നോട് പ്രാണനെ ചോദിച്ചാൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ആത്മാവിനെ അല്ല, പ്രാണനെ. ആദത്തെ ഉരുവാക്കി കിടത്തിയിട്ട് ഊതിക്കൊടുത്തത് എന്താണ്? ദേഹി ജീവനാണ്. ശരീരത്തിനല്ല ജീവൻ കൊടുത്തത്, മനസ്സിനാണ് ഊതിക്കൊടുത്തത്. ജീവൻ ഊതിക്കൊടുത്തത്, ജീവൻ കൊടുത്തത് മനസ്സിനാണ്. കർത്താവ് പറയുന്നു, ഈ രാത്രി ഈ പ്രാണനെ ഞാൻ തിരിച്ചു ചോദിച്ചാൽ പിന്നെ നീ എന്ത് ചെയ്യും? ഇവൻ പറയുന്നത് എന്താ? മനമേ, തിന്നു കുടിച്ച് ആനന്ദിക്ക്. കർത്താവ് പറയുന്നു, ആ പ്രാണന്, ആ മനസ്സിന് ഞാൻ ഇനി തിരിച്ചെടുത്താൽ നീ എങ്ങനെ തിന്നു കുടിക്കും? നീ സമ്പാദിച്ചതൊക്കെ ആർക്കാകും? മനസ്സിലായ? ദൈവം നമുക്ക് തന്നത് എന്താണെന്ന്. ആത്മാവിന് ജീവനുള്ളതാ. ദൈവം നമ്മളെ യേശു ക്രിസ്തുവിൽ അനാദിയിൽ തെരഞ്ഞെടുക്കുമ്പോ കുറെ ശവങ്ങളെ എടുത്ത് ഉള്ളിൽ വെക്കുക അല്ല ചെയ്ത്. ആത്മാവ് ജീവനുള്ളതാ. ദൈവം ആത്മാക്കളെ തെരഞ്ഞെടുക്കുക. അവനെ വേണം, ഇവനെ വേണം. ദൈവം അങ്ങനെ തീരുമാനിച്ചപ്പോ ഇവനും ഞാനും നിങ്ങൾ ഓരോരുത്തരും ആത്മാക്കളാ. ഈ ആത്മാക്കളെ എടുത്ത് ഉള്ളിൽ വെച്ചു. ആത്മാവിന് ജീവനുണ്ട്. ദൈവം മനസ്സിൽ അത് എടുത്തു വെച്ചു. അവിടെ ഇരിക്കട്ടെ, തക്ക സമയങ്ങളിൽ ഞാൻ അവരെ അയക്കും. എടുത്തു വെച്ചു. നമ്മളെ പ്രിയപ്പെട്ടവരായി കരുതി ഉള്ളിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കുക. ഇതാ കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചത്, നിനക്ക് എത്ര വയസ്സ് ജനിച്ചത്, നിനക്ക് എത്ര വയസ്സായി എന്നൊക്കെ ചോദിച്ചത്. അനാദിയില് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം യേശുക്രിസ്തു എന്നെ തെരഞ്ഞെടുത്ത് ഉള്ളിൽ വെച്ചപ്പോ എനിക്ക് ജീവനുണ്ട്. ആ ആത്മാവിനെ ദൈവം എത്ര സ്നേഹത്തോടെയാ തന്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടന്നത്. അവസാനം രക്ഷയ്ക്ക് പാപത്തിന് നശിച്ചു പോയെങ്കിലും ദൈവം യേശുക്രിസ്തുവിന് ആ ആത്മാവിനെ കൊടുത്തു. തന്റെ മാറോട് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് മരിച്ചു. അതാ പൗലോസ് പറയുന്നത്, അവനോട് കൂടെ നാം മരിച്ചു,
അവന്റെ ഹൃദയത്തിൽ നമ്മളുണ്ടായിരുന്നു അവൻ മരിക്കുമ്പോ. അങ്ങനെ അവനോടുകൂടെ നാം മരിച്ചു. ഈ ആദത്തിന് ഹവ്വയ്ക്കും തെറ്റ് പറ്റുന്നത് വരെ ദൈവത്തിൻ്റെതായിരുന്നു. തെറ്റുപറ്റാൻ ദൈവം അനുവദിച്ചിട്ട്, അല്ലാതെ അങ്ങനെ സംഭവിക്കല്ല. ദൈവം അനുവദിക്കാത്ത ഒരു ഇല പോലും അനങ്ങുന്നില്ല. അതുകൊണ്ട് ആദം ഹവ്വമാര് തകരണം, എന്നിട്ട് ആ പാപത്തിലെ ഇനി സന്തതികൾ ജനിക്കാൻ പാടുള്ളൂ. അങ്ങനെ സകല മനുഷ്യരും ദൈവത്തിന്റെ കൃപ അറിയേണ്ടതിന് എല്ലാവരെയും പാപത്തിന് കീഴ് അടച്ചു കളഞ്ഞു. അത് വചനം പറയുന്നത്. ഇങ്ങനാകാൻ വിട്ടുകൊടുത്തു സംഭവിച്ചു. ഇത് കഴിഞ്ഞപ്പോഴോ അപ്പൊ അവർക്ക് ഊതിക്കൊടുത്തത് എന്താ? അവരുടെ മനസ്സ്. അങ്ങനെ മനുഷ്യൻ, അതായത് ദൈവം ആദത്തിന് ഊതിക്കൊടുത്തു. അങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായി. ദേഹം ശരീരമല്ല, ആത്മാവല്ല, ദേഹി, മനസ്സ്. ആ മനസ്സിന് ജീവനുണ്ടായി. ഇപ്പൊ കർത്താവ് ഇവിടെ പറയുന്ന വാക്കതാ, മൂടനായ മനുഷ്യ, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ഞാൻ ഊതിത്തന്ന ശ്വാസത്തെ, ആ പ്രാണനെ ഞാൻ തിരിച്ചെടുത്താൽ നീ എന്ത് ചെയ്യും? കുറെ കൂടി കർത്താവ് വ്യക്തമാക്കി തരുന്നുണ്ടോ? മനസ്സ് തന്നെയാണ് ദൈവം ഊതിത്തന്ന ജീവൻ. ആ മനസ്സ് കെട്ടുപോയപ്പോ പാപികളായി. ഇപ്പോഴും മനസ്സിന്റെ നവീകരണമില്ലാതെ ഒരുത്തിന് കർത്താവിന്റെ വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ പറ്റില്ല. ഈ മനസ്സ് കർത്താവിനെ അറിഞ്ഞ്, രക്ഷകനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട പാപത്തിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുമ്പോഴേ അവന് രക്ഷ പ്രാപിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നീട് പറഞ്ഞു കൊടുക്കേണ്ടത് ആർക്കും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കിട്ടിയവർ പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടാനൊക്കെ പറഞ്ഞാലും അതെന്താണെന്ന് അറിയാതിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ പാപികളിൽ ഒന്നാമനായ എനിക്കിതൊക്കെ തന്നിട്ട് നിങ്ങളോട് പറയിപ്പിച്ചു. നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ദൈവം ഇത്രമാത്രം സ്നേഹിച്ച് വെളിപ്പെടുത്തി തന്നിട്ട് നിങ്ങളത് സ്വീകരിക്കാതെ പോയ ദൈവത്തിന്റെ കോപം എത്രമാത്രം വലുതാകും? വീണ്ടും വ്യക്തമാക്കാനാ എന്തോ ഇങ്ങനെ ചോദിച്ച ഉടനെ എന്റെ മനസ്സിലോടി, മൂടനായ മനുഷ്യ, ഇന്ന് നിന്റെ പ്രാണന്, ഇന്ന് നിന്റെ ജീവനെ ഞാൻ തിരിച്ചെടുത്താൽ നീ എന്ത് ചെയ്യും? ഞാൻ അതിന്റെ സംശയം തീർക്കാനാ റോസിനോട് ചോദിച്ചു, അതിനെവിടെയാന്ന്. അവള് വായിച്ച് നല്ല അറിവുണ്ട്. അവള് അടുത്ത് ലൂക്ക 12:20 തന്നു. ഇതിനകത്ത് പറയുന്ന വ്യക്തമാണ്, നിന്റെ പ്രാണന് അന്ന് ഊതിക്കൊടുത്ത ജീവന പ്രാണന, ആ ഊതിയ ശ്വാസം ഉള്ളിലില്ലെങ്കിൽ ചത്തുപോകും. ഇപ്പൊ പലരും വെന്റിലേറ്റർ ഇടുന്ന എന്തിനാ? ആക്സിഡന്റ് സംഭവിച്ചു, വെന്റിലേറ്റർ ഇടുന്ന എന്തിനാ? ശ്വാസം കിട്ടാനാ, ബ്രീത്തിങ്സ് നടക്കണം, അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കില്ല. ഈ ശ്വാസം ദൈവം എടുത്താൽ നീ എന്ത് ചെയ്യുമെന്നാ ചോദിക്കുന്നത്. ഈ ശ്വാസം ഊതി തന്നതാ, തിരിച്ചെടുത്താ എന്ത് ചെയ്യും? ഊതിയപ്പോ ജീവൻ പ്രാപിച്ചത് എവിടെയാ? ദേഹിക്ക, മനസ്സിന്. ആ മനസ്സിന്റെ ജീവൻ നഷ്ടമായാൽ മനുഷ്യൻ ചത്തു. ആത്മാവിന് മരണമില്ല. രണ്ടു തരം ചത്തവൻ ഇവിടെ സംഭവിക്കുക. ഞാൻ ജഡത്തോട് ചേർന്ന് ജീവിക്കുമ്പോ രണ്ടൊരു ചത്തവന് തുല്യം. ജഡത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും. ആ ജഡത്തിന്റെ ഇഷ്ടത്തിലേക്ക് പോകല്ലേ, ആത്മാവിന്റെ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കാനായി പറയുന്ന കർത്താവ് വചനം പറയുന്നു. പരിശുദ്ധ യേശു ക്രിസ്തു പറഞ്ഞു, ഇനി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ കർത്താവ് പരിശുദ്ധാത്മാവ് വരുമ്പോ എല്ലാം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പരിശുദ്ധാത്മാവ് വന്ന അപ്പസ്തലന്മാരിൽ എഴുതി വെച്ചിരിക്കുന്നു, മുന്നോർകളാൽ നിങ്ങൾ നടന്നു വന്ന, പിതാക്കന്മാരാൽ നിങ്ങൾ നടന്നു വന്ന ആ ജീവിത രീതിയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചത് യേശുവിന്റെ രക്തത്താൽ. ആ പാരമ്പര്യത്തിൽ ഇരുന്ന് നിങ്ങളെ രക്ഷിച്ചത് യേശുവിന്റെ രക്തത്താൽ. അപ്പൊ ഈ പാരമ്പര്യം എന്ന ജീവിച്ചു വന്ന ആ ശീലത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചത്. എല്ലാവരും പറയുന്നു പാപത്തിൽ നിന്നാണ്, പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഒരെണ്ണവും പാപം വിട്ടിട്ടില്ല, പാപത്തിൽ ജീവിക്കുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഈ ലൗകിക വിജ്ഞാനത്തെ മാറ്റി വിശ്വാസത്തിൽ, നീതിമാൻ വിശ്വാസം പോലെ ജീവിക്കും. അങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നില്ല. വചനം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവത്തിന്റെ വിത്ത് അവനിലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. വിത്ത് അവനിലുണ്ട്, അതിനാൽ പാപം ചെയ്യാൻ അവന് കഴിയില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളവൻ പാപം ചെയ്യില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് എപ്പോ കിട്ടും? എന്റെ മോചനം എവിടുന്ന? ആ സത്യം ഞാൻ അറിഞ്ഞ് വിശ്വസിക്കുമ്പോഴാ. ഈ അറിവ് ഇരിക്കുന്നിടത്തോളം പിശാച് പിടിച്ചിരിക്കുക. അറിവിലൂടെ നമ്മളെ വിടില്ല അങ്ങോട്ട് ഇങ്ങോട്ടെന്ന് പറഞ്ഞ് അവൻ നമ്മളെ നടത്തുക. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ ഈ പ്രകാശം വരുമ്പോ ഇരുള് പോവില്ലേ?
ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോട് ചോദിച്ച് ചോദിച്ച് ദൈവം അവനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഞാൻ ഇതിനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഈ അറിവ് കാരണം എനിക്ക് ഒരു കാര്യവും പറ്റുന്നില്ല. ആഗ്രഹിക്കുന്നു, പക്ഷെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പൗലോസ് പറഞ്ഞ പോലെ എന്നിൽ വസിക്കുന്ന പാപം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ എന്നെ സംബന്ധിച്ച് കർത്താവ് വ്യക്തത തന്നു. ഞാൻ അറിവിനെ മാറ്റി വിശ്വാസത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ദൈവം പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാം നന്മയ്ക്കാക്കി മാറ്റി തന്നുകൊണ്ട് എൻ്റെ വിശ്വാസം ദൈവം ഉറപ്പിച്ചു. നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. യേശു ക്രിസ്തുവാൻ രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭാവിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പാപം എന്താ? അവര് പറയുന്നു എന്റെ ചിന്ത പാപം, എന്റെ പ്രവൃത്തി പാപം, എന്റെ ആഗ്രഹങ്ങള്, ഇഷ്ടങ്ങള് എല്ലാം പാപം. ഇതല്ല പാപം. നിന്റെ ഇഷ്ടങ്ങൾ എന്തിനാലാ നിനക്ക് ഇഷ്ടങ്ങൾ ഉണ്ടായത്? എങ്ങനെയാ നീ അറിഞ്ഞ? ടേസ്റ്റ് അല്ലേ? അതെന്നാ അറിഞ്ഞത്? അങ്ങനെ നോക്ക്. നിന്റെ അറിവിനാലല്ലേ നീ ഈ ടേസ്റ്റ് പിടിച്ചിട്ട് തിന്മയ്ക്ക് പോകുന്നത്? കുഞ്ഞുങ്ങളെ നോക്ക്, അവർക്ക് ആ ടേസ്റ്റ് അറിയില്ലല്ലോ, അതുകൊണ്ട് അവരിൽ പാപം ഉണ്ടാവുന്നില്ലല്ലോ. അവര് വീണ് പോകണം, നമ്മൾ സമ്മതിക്കുമോ? ദൈവം പിടിച്ച പോലെ. അവനറിയില്ല, അവൻ കറങ്ങി തറയെത്തി വീഴാൻ പോകുമ്പോഴേ അവൻ പിടിച്ചു. അറിയുന്ന അവൻ പിടിച്ചു. ഇതുപോലെ അറിയുന്ന ദൈവം നമ്മളെ പിടിക്കും. ഞാൻ എന്തിനാ സംഭ്രമിക്കുന്നത്? ഞാൻ അവനിൽ വിശ്വസിച്ചുകൊണ്ട് പോവുക. എനിക്ക് തെറ്റ് പറ്റിയാലും തെറ്റിന് വിട്ടുകൊടുക്കാത്തവരെ ദൈവം എനിക്കുണ്ടല്ലോ, ഞാനെന്തിനു ഭയപ്പെടണം? അവൻ എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് വിശ്വസിച്ചാൽ ഞാൻ അനുഭവിക്കും. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ നീതിമാനായി ജീവിക്കും. അറിയുന്നത് ലോകത്തെ അല്ല, ദൈവത്തെ അറിയണം. ദൈവത്തെ അറിഞ്ഞത് ഞാൻ വിശ്വസിക്കണം. ലോകത്തിന്റെ അറിവ് ലൗകിക വിജ്ഞാനം അതല്ല എൻ്റെ രക്ഷ. ദൈവത്തെ പറ്റിയുള്ള ആ അറിവിന് ഞാൻ വിശ്വാസമാക്കി മാറ്റിയാൽ ഞാൻ ജീവിക്കും. ജഡം എനിക്ക് ഒരു ഗുണം ചെയ്യുന്നില്ല, എന്നാൽ ആത്മാവാ ജീവിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ മനസ്സ് ആത്മാവിനോട് ചേർന്നേ പറ്റൂ. ആ മനസ്സിനെ ആത്മാവിനോട് ചേർത്ത് നിർത്താൻ എനിക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? ജഡത്തോടുള്ള എൻ്റെ ബന്ധം മൂലമാണ്. ലോക മൈത്രി ഉള്ളത് കൊണ്ടാണ്. ലോകക്കാരോട്, ലോകത്തോടുള്ള എൻ്റെ ബന്ധം മൂലമാണ്. അത് അപ്പനോ അമ്മയോ സഹോദരങ്ങളോ മക്കളോ ആരുമാകട്ടെ, എനിക്ക് അവരോടുള്ള ബന്ധം മൂലമാണ് ലോക മൈത്രി എന്നെ വിടാത്തത്. കർത്താവ് അതിനാ പറഞ്ഞ അപ്പനെ അമ്മയെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഭാര്യയൊക്കെ വെറുക്ക്. മാത്രമല്ല നീ നിന്നത്തെ വെറുക്ക്, എന്നാലേ എൻ്റെ ശിഷ്യനാകാൻ പറ്റൂ. ശിഷ്യനായി സ്നേഹിതനായി മക്കളാകണ്ടേ? അപ്പൊ നീ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ശിഷ്യനാകണമെങ്കിൽ പോലും ഇതിനെയെല്ലാം നീ ഇവരെയെല്ലാം വെറുക്കണം. ബന്ധങ്ങൾ നീ വെറുക്കണം. ബന്ധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ബന്ധനമില്ലാതിരിക്കാൻ ബന്ധങ്ങളെ നീ വെറുക്കണം. എന്നിട്ട് എന്നെ മാത്രം സ്നേഹിക്കണം. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പൊ നീ ഈ സത്യമാ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന നീ അറിഞ്ഞ നീ ജീവിക്കുന്ന ഈ സത്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു ഡോക്ടറെ അടുത്ത് പോയി ചികിത്സ ഫലപ്പെട്ടു ഗുണപ്പെട്ടപ്പോ ഉടനെ ഇനിയൊരു സ്നേഹിതനൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്താ പറയാ? ആ ഡോക്ടറെ അടുത്ത് പോ, എനിക്കിങ്ങനെ ആവശ്യത്തിന് ഗുണപ്പെട്ടത്, ആ ഡോക്ടറെ അടുത്ത് പോന്ന് പറയില്ലേ? ദൈവത്തിന്റെ അടുത്ത് പോയി രക്ഷ പ്രാപിച്ചവൻ മറ്റുള്ളവരെ ദൈവത്തിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കണ്ടേ? നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞെങ്കിൽ പൂർണ്ണതയോടെ ദൈവത്തെ സ്നേഹിക്കാൻ ആദ്യം പരിശീലിക്കണം. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളെയും സ്നേഹിതരെ ഉപേക്ഷിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് യോജിക്കാത്ത സ്നേഹിതൻ എനിക്ക് ഇടർച്ച ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ വിട്ടുമാറണ്ടേ? സാഹചര്യത്തെ, പാപം ഉണ്ടാകാവുന്ന സാഹചര്യത്തെ വിട്ടുമാറണ്ടേ? അതൊക്കെ ഒരു എന്താ ദൈവത്തിൽ വിശ്വസിക്കുന്നവന്, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പങ്ക് കിട്ടുന്നവൻ ചെയ്യാനുള്ളതാ, അവൻ ചെയ്യും. പക്ഷേ അമ്മയെ, അപ്പനെ, ഭാര്യയെ, മക്കളെ, സഹോദരങ്ങളെ എന്ന് പറയുമ്പോൾ അത് ഏതൊരു മനുഷ്യനും പറ്റുന്നില്ല. കാരണം പഴയ നിയമത്തിൽ പറയുന്നു അപ്പനെ അമ്മയെ ബഹുമാനിക്കാൻ. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന മനുഷ്യനോട് കർത്താവ് പറഞ്ഞു നീ വെറുക്കാതെ എന്റെ ശിഷ്യനാകാൻ പറ്റില്ലെന്ന്. എന്നാ കർത്താവ് യേശു കാണിച്ചു തന്നില്ലേ? അപ്പനെ അമ്മയെ സ്നേഹിച്ചിട്ട് കുത്തിയിരുന്നില്ലല്ലോ. തൻ്റെ പ്രവൃത്തിയുടെ സമയം ആകുന്നത് വരെ കുത്തിയിരുന്നു. തൻ്റെ പ്രവൃത്തിയുടെ സമയമായപ്പോൾ അവൻ ഇറങ്ങി, അവൻ തൻ്റെ വേല ആരംഭിച്ചു. അപ്പൊ എല്ലാവരും അവന് ഭ്രാന്താന്ന് പറഞ്ഞപ്പോ അവന്റെ അമ്മയും കൂട്ടരും ഒക്കെ അവനെ തേടി വന്നു. ഇതൊക്കെ വചനം പറയുന്നു. ഈ അമ്മയെ അവൻ എന്താ പറഞ്ഞേ? ആരാ എൻ്റെ അമ്മ? ആരാ എൻ്റെ സഹോദരങ്ങള്? എന്നെ കേട്ട് അനുസരിക്കുന്ന ദൈവരാ. അങ്ങനെ ക്രിസ്തുവിന്റെ സഹോദരങ്ങളാകാൻ നമുക്ക് യോഗ്യത പ്രാപിക്കുന്ന എപ്പോഴാ? അവനെ കേട്ട് അനുസരിക്കുന്നവരായിട്ട് മാറുമ്പോഴാ. ഇതല്ലാതെ അപ്പൻ അങ്ങനെ പറഞ്ഞപ്പോ ഇനി അപ്പന്റെ മരണം വരെയെങ്കിലും നിൽക്കാന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് നീ എത്തുവും. നീ എന്ത് ചെയ്യും? നിന്റെ പ്രാണൻ ഞാൻ തിരിച്ചെടുത്താൽ നീ എന്ത് ചെയ്യും? നിന്റെ അപ്പന് വേണ്ടി മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ എന്റെ പിന്നാലെ വാ. ദൈവം നമ്മളോട് പറയുന്നത്, ഇപ്പൊ എന്നോട് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരോട് പറയുന്നതിന് വ്യത്യാസങ്ങളുണ്ട്.
പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് പൊതുവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടതാ. ഇത് ആദ്യ വിശ്വാസിക്കുള്ളതല്ല, ഇത് വളർന്ന വിശ്വാസികൾക്കുള്ളതാ, മക്കളായി ദൈവം തെരഞ്ഞെടുത്തവർക്കുള്ളതാ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. വിട്ടേ പറ്റൂ. വിട്ടില്ലെങ്കിൽ രണ്ടു തരം ചത്തവരായിട്ട് മാറും. കാറ്റത്ത് പോകുന്ന ജലമില്ലാത്ത മേഘങ്ങളായിട്ട് മാറും. ഒരു പ്രയോജനവുമില്ലാത്ത മേഘം അതേപോലെ ആകും. എന്നാൽ ആണെങ്കിലോ ജലമുള്ളതാ. അത് പോയി മറ്റ് മേഘങ്ങളുമായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് സ്ഫോടനം ഉണ്ടായി മഴ പെയ്യിക്കുന്നുള്ളൂ. അവരെല്ലാം കൂടിച്ചേർന്നാലേ മഴ പെയ്യുക. ഇതുപോലെ വിശ്വാസികളായി നമ്മളെല്ലാവരും കൂടിച്ചേരുമ്പോൾ ലോകം പൊട്ടിത്തെറിക്കും, നവീകരണം വിശുദ്ധീകരണം സംഭവിക്കും. അതാണ് ഞാൻ ഇന്നവിടെ ഒരാളത്ത് പറഞ്ഞത്. എന്നാ ഏടത്ത് നമ്മളെല്ലാവരും ഐക്യത്തിൽ ഒന്നാകുമ്പോ ലോകത്തിൽ പിന്നെ മറ്റൊരു ജാതി ഉണ്ടാവില്ല. പക്ഷെ അത് പിശാച് സമ്മതിക്കില്ല. എല്ലാവരെയും അറിവിൽ പിടിച്ചു കുലുക്കി നിർത്തിയിരിക്കുക, ഭയപ്പെടുത്തി നിർത്തിയിരിക്കുക. ഭയം ആര് തരിക? ദൈവത്തിന്റെ അല്ലല്ല ഭയം. പൂർണ്ണമായ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കും. അപ്പൊ എനിക്ക് ഭയമുണ്ടെങ്കിൽ പൂർണ്ണമായ സ്നേഹം വന്നിട്ടില്ല. പൂർണ്ണമായ സ്നേഹം എന്താ? ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവുടെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഊറ്റപ്പെട്ടു എന്ന് റോമ 5:5 പറയുന്ന പോലെ സംഭവിക്കാത്തതുകൊണ്ടല്ലേ പൂർണ്ണമായ സ്നേഹം വരാതെ, എനിക്ക് ഭയം മാറാതെ ഞാനിപ്പോഴും ഭയത്തിൽ ജീവിക്കുന്നത്. ഏത് രീതിയിലുള്ള ഭയമാണെങ്കിലും പൂർണ്ണമായിട്ടില്ല ദൈവസ്നേഹം ഉള്ളിൽ. ഊറ്റപ്പെട്ടത് പൂർണ്ണമായിട്ടില്ല, പരിശുദ്ധാത്മാവ് വന്നത് പൂർണ്ണമായിട്ടില്ല, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. ആത്മാവിനോട് എൻ്റെ ആത്മാവ് ചേരുമ്പോഴാ എൻ്റെ മനസ്സിന് എന്നെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റൂ. ഞാൻ എന്നെ ഇങ്ങനെ തൊട്ട് കാണിക്കുമ്പോൾ ഈ ശരീരത്തെ മനസ്സായി പറയുന്നത് ഞാൻ. ആത്മാവ് പറയുന്നില്ലയോ എനിക്ക് അതിനോടൊരു ബന്ധവുമില്ലെന്ന്. ആത്മാവിൻ്റെ ഇഷ്ടം ജഡത്തിന് ചേർന്നതല്ല, ജഡത്തിൻ്റെ ഇഷ്ടം ആത്മാവിന് ചേർന്നതല്ല. ഞാനെന്ന് പറയുമ്പോൾ ആത്മാവ് പറയുന്നു ഇല്ലില്ല, ഞാനില്ല ഇതിനകത്ത്. അത് ജഡവും മനസ്സുമാണ്. എന്നാൽ മനസ്സ് മാനസാന്തരപ്പെട്ട് ആത്മാവിനോട് ചേരുമ്പോൾ ഞാൻ ശരീരത്തെ തൊട്ട് കാണിച്ചാലും പറയും ശരിയാ. മാറ്റം വന്നിട്ടില്ലല്ലോ, മാറിക്കോളും. ശരിയാ, പറഞ്ഞ ശരിയാ, ഞാൻ തന്നെ. ഈ ശരീരവും ഞാൻ തന്നെയാ. മനസ്സ് ആത്മാവിനോട് ചേരുമ്പോൾ, ആത്മാവും മനസ്സും ചേരുമ്പോൾ ഇനി ദൈവത്തിന്റെ പ്രവൃത്തി അറിയുന്ന ആത്മാവും മനസ്സും ശരിയാ, ഞാൻ തന്നെയാ. ഈ ശരീരത്തെ തൊട്ട് ഞാനെന്ന് പറഞ്ഞോ, ഉള്ളിലുള്ളതിനെ തൊടാൻ പറ്റാത്തോണ്ട് ശരീരത്തെ തൊടുന്ന വിഷമിക്കേണ്ട, പിന്നാലെ ഇതും സ്വന്തമായിക്കോളും. ഞാൻ എന്ന് പറയുന്ന സത്യമാകും. അതാ ഞാൻ. അല്ലേ? നമ്മൾ ഓരോരുത്തരും ഇതാകണം. ഇല്ലെങ്കിൽ നമ്മുടെ വാക്കും നമ്മുടെ വിശ്വാസവും ഒരു പ്രയോജനവും ഇല്ലാതായിട്ട് പോകും. അന്ന് നമ്മൾ ദുഃഖിക്കും. ഇങ്ങനൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നതാ, എന്നിട്ടും ദൈവം എന്നെ ഇടതുഭാഗത്തല്ലേന്ന് വേദനിക്കും. നരകത്തിൽ പോയാൽ സഹിക്കില്ല. അങ്ങനെ ആബേലിനെ കൊന്നു കഴിഞ്ഞപ്പോ കായേലിന് തോന്നിയ പോലെ ഇനി എല്ലാവരും എന്നെ കൊല്ലും. അത് തന്നെയാണ് നരകത്തിൽ പോയാൽ സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും ചവിട്ടും, ഞാനും ചവിട്ടും മറ്റുള്ളവരെ. അവിടെ അപ്പനും അമ്മയെ ഇപ്പൊ സ്നേഹിച്ചു നിന്നവൻ അവിടെ കാണുമ്പോ അപ്പന്റെ മോന്തയ്ക്ക് ചവിട്ടും. ബിഷപ്പ് പോപ്പില്ലാതെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോപ്പിന്റെ മൂഞ്ചിമേ നല്ല ചവിട്ടും. അന്ന് സകല വെറുപ്പും പുറത്തു വരും. അപ്പോ അല്പം പോലും പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം ആത്മാവ് കെട്ടുകിടക്കുക. ഇനി കെട്ട ആത്മാവ് കെട്ട പ്രവൃത്തിയെ ചെയ്യൂ. എന്നാൽ നവീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് വരുന്നവരോ അവരിതൊന്നും അറിയില്ല. ഒരുപക്ഷെ അറിയാമെങ്കിൽ പോലും അവർക്കൊന്നും തോന്നാത്ത വിധം ശിശുക്കളെ പോലെ അവർ സ്വതന്ത്രമായി ദൈവത്തോടു കൂടെ ജീവിക്കുന്ന മക്കളായിട്ട് മാറും. ശിശു മനോഭാവത്തോടെ സ്വർഗത്തിൽ ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്നവരാകും. അവരൊരുപക്ഷെ നരകം കണ്ടാലും കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, വല്ലതും നോക്കി നിന്നിട്ട് എന്താ അത് എന്ന് ചോദിക്കുന്ന അല്ലാതെ ഒന്നും അറിയില്ല. അതേപോലെ നമ്മൾ കണ്ടാൽ പോലും നമുക്കൊന്നും തോന്നില്ല, ഇതെന്താ അങ്ങനെ അത്ര പറഞ്ഞുള്ളൂ. ഇന്ന് ലോകത്തിലെ തമിഴ്നാട്ടിലെ ആക്സിഡന്റ് ഓവറായി. ഒരു വർഷം മുമ്പുണ്ടായതിൻ്റെ 6 മടങ്ങായി ഇപ്പോൾ ഈ വർഷം മരണം നടന്നുകൊണ്ടിരിക്കുക. ആക്സിഡന്റ് മരണം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ ഗവൺമെന്റിന്റെ കണക്ക്. കഴിഞ്ഞ വർഷത്തെക്കാളും 6 ഇരട്ടി ഇപ്പൊ മരണം നടന്നുകൊണ്ടിരിക്കുക. മുഴുവനും അശ്രദ്ധയും അഹങ്കാരവും അല്ലേ? നോക്കണം. നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു ചെറിയ തെറ്റായ ചിന്ത നമ്മളെ കൊണ്ടില്ലേ? രണ്ടൊരു ചത്ത വൃക്ഷത്തെ പോലെ നമ്മളെ തള്ളിക്കളയില്ലേ? അന്ന് നരകത്തിൽ നിന്നിട്ട് ഞാനും ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് അവസാനം വരെ നിൽക്കുന്നവനെ പ്രാപിക്കാൻ പറ്റൂ. രക്ഷ പ്രാപിച്ചവരാ, യേശുക്രിസ്തുവിനാൽ രക്ഷ പ്രാപിച്ചവരാ.
ജഡത്തിന്റെ ചിന്ത മരണമെന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതെ പോകുമ്പോൾ ഇപ്പൊ വീണ്ടും കർത്താവ് കാണിച്ചു തരുന്നു. യൂത എഴുതിയിരിക്കുന്നു, രണ്ടൊരു ചത്ത പോലെ ആകല്ലേ, മൂന്നാമത്തെ ആത്മാവിന്റെ ചകല. ഒരു മരണമേ മനുഷ്യൻ ദൈവം വിധിച്ചിട്ടുള്ളെങ്കിലും ആത്മാവിന്റെ മരണം ഒരിക്കൽ സംഭവിച്ചതാ. യേശു ക്രിസ്തു വന്ന് ജീവൻ തന്നതാ. നീ വീണ്ടും ചാവുന്നതിന്റെ കാരണം എന്താ? നിന്റെ ജഡചിന്തയിലേക്ക് നീ പോയിട്ടല്ലേ വീണ്ടും ചാവുന്നത്. അത് വേണ്ടാന്ന് കർത്താവ് ഇപ്പൊ കൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് എല്ലാവരും അറിയേണ്ട, സകല ലോകമെങ്ങുള്ള സകലിൽ നിന്ന് ഈ മാനസാന്തരം ദൈവം ആവശ്യപ്പെടുന്നത്. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള സമയം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, അത് പിന്നെ പറയാമെന്ന് വെച്ചിട്ടാ. മാനസാന്തരത്തിന്റെ വിശ്വാസം. നമ്മൾ മാനസാന്തരപ്പെട്ടതല്ലേ? എൻ്റെ ചിന്ത മാറിപ്പോകുമ്പോൾ ഞാൻ വീണ്ടും മാനസാന്തരപ്പെടുന്നത്. എൻ്റെ ജഡത്തോടെ എൻ്റെ മനസ്സ് മാറിയാൽ ഞാൻ വീണ്ടും മാനസാന്തരപ്പെടുന്നത്. ഉടനെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അടുത്ത വീഴ്ച വരാൻ പോവുക. എത്രയും പെട്ടെന്ന് മാനസാന്തരപ്പെട്ടുകൊള്ളുക. ജീവിതത്തിന്റെ അവസാനം വരെ നമ്മുടെ മനസ്സിൽ ഈ മാനസാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ജഡം ഉള്ളിടത്തോളം ദൈവത്തിൽ നിന്ന് അകലെയാണെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഞാൻ ജഡത്തിന്റെ രക്ഷ പ്രാപിക്കുന്നത് വരെയായി പറയുന്നത്. ജഡത്തിലായിരിക്കുമ്പോഴും ഞാൻ ജഡത്തെ വിട്ട് കർത്താവിനോട് അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് എൻ്റെ ജഡത്തെ ഞാൻ എൻ്റെ നിയന്ത്രണത്തിൽ ജീവിപ്പിക്കും. അപ്പൊ പിന്നെ എനിക്ക് മരണമില്ലല്ലോ. ജഡചിന്ത മരണം. ഞാൻ ജഡത്തിന്റെ ചിന്തയിലല്ല, ആത്മാവിന്റെ ചിന്ത, ജീവനും സമാധാനവും. ഞാൻ അതിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ ശരീരം എന്നോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഞാനിങ്ങനെ വീണു പോവുക. മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കാൻ പറഞ്ഞു. ഇതാ ഞാൻ മാനസാന്തരപ്പെട്ടത് എന്താ? ഇതുവരെ ജീവിച്ച ശരിയല്ല, ജഡത്തിൽ തിന്മയിൽ ലോകത്തിൻ്റെതായി ജീവിച്ചു. ഇല്ല കർത്താവെ, ഞാൻ അറിഞ്ഞു, ഇനി നിന്റെതാ ഞാൻ. ആ മാനസാന്തരം വന്നു കഴിഞ്ഞാൽ നിന്റെതല്ലാത്തത് എപ്പോഴെങ്കിലും എൻ്റെ ശരീരത്തിൻ്റെതായിട്ട് ഞാൻ മാറുമ്പോൾ മാനസാന്തരപ്പെട്ടേ പറ്റും. നമ്മുടെ മാനസാന്തരം അനുദിനം പോരാ, അനുനിമിഷം പോലും ഉണ്ടാവേണ്ടതാ. പാപത്തിന്റെ ജഡചിന്ത ഏറ്റക്കുറച്ചിലനുസരിച്ച് ചിന്ത വന്ന ഉടനെ മാനസാന്തരപ്പെട്ടേ പറ്റൂ. ഞാനതാ ഒരു ചിന്ത വരുമ്പോൾ എൻ്റെ ദൈവമേ എനിക്ക് മാപ്പ് തരണമെന്ന് കർത്താവോട് പറയുമ്പോൾ കർത്താവ് ഇപ്പോൾ ഞാനത് കണക്കിട്ടില്ല, അല്ലെങ്കിൽ ഞാനത് ഗവനിച്ചില്ല, ഞാൻ കണ്ണടച്ചു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അപ്പോഴും പ്രാർത്ഥന ഏതാ? കർത്താവേ, നീ എല്ലാം കാണുന്നവനാണല്ലോ. അപ്പോഴേ കർത്താവ് കൂടുതൽ വ്യക്തതയോട് പറഞ്ഞ് ഞാൻ കണ്ണടച്ചു, നിന്നെ പ്രതി ഞാൻ കണ്ണടച്ചത്. എന്നാലും ഞാൻ മാപ്പ് ചോദിക്കേണ്ട ഈശോയെ, എനിക്ക് മാപ്പ് ചോദിക്കാതെ പറ്റില്ല. മാപ്പ് ചോദിക്കുന്നത് എന്തിനാ? എനിക്ക് അതിൽ നിന്നുള്ള രക്ഷ അത് അവസാനം വരെ നിലനിർത്തണം എന്നുള്ള ദാഹിക്കുന്നവൻ തീർച്ചയായിട്ടും കർത്താവിൻ്റെ അടുത്ത് പോകും, കുടിക്കും, അവന് കുറവുണ്ടാവില്ല. ദാഹം ഉണ്ടാവാത്ത രീതിയിൽ മോഹിക്കരുതെന്ന് പറഞ്ഞ കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നു കഴിയുമ്പോൾ മോഹം വിട്ടുകളയും. ആ ആത്മാവിനെ ലഭിച്ചവൻ ആത്മാവിൻ്റെ ബലത്തിൽ മോഹത്തിന് തന്നെ കൊടുക്കാതെ തൻ്റെ വിശ്വാസത്തിന് തന്നെ ചേർത്ത് വയ്ക്കും. മോഹത്തിന് ജഡത്തിന് വിട്ടുകൊടുക്കില്ല. അങ്ങനെ ജീവിക്കുമ്പോൾ അവസാനം വരെ നിലനിൽക്കാൻ പറ്റും. ഹല്ലേലൂയ.